അപ്പോ എല്ലാവർക്കും നമസ്കാരം. സിക്കന്ദർ, ഞാൻ ഇന്ന് സിക്കന്ദർ കണ്ടു. നമ്മുടെ സല്ലുഭായി നായകനായിട്ട് എത്തിയ ചിത്രമാണ് സിക്കന്ദർ. അപ്പോ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണി പാളിയോ എന്നൊരു ചോദ്യം ഉണ്ട്. സല്ലുഭായിയുടെ ചിത്രമൊക്കെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിക്കും. അത് കിട്ടാതാവുമ്പോൾ ഒരു വിഷമവും നിരാശയൊക്കെ ഉണ്ടാവും. ഈ പറയുന്നത് പോലെ ഞാനൊരു നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നതെന്നുമല്ല. പക്ഷെ സിനിമയെ നമ്മൾ ഉടനീളം വീക്ഷിക്കുമ്പോൾ അത്രയ്ക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വരും. രാജ്കോട്ടിലെ ഈ കാലഘട്ടത്തിലെ രാജാവാണ് ഈ സിനിമയിൽ സല്ലുഭായ് അഥവാ സൽമാൻ ഖാൻ. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വരുന്നത് രേഷ്മിക മന്ദാനയാണ്. ഈ സിനിമയിൽ സല്ലുഭായി അറിയപ്പെടുന്നത് സഞ്ജയ് എന്നാണ്. പക്ഷേ പ്രജകളായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് സിക്കന്ദർ എന്നാണ്. രേഷ്മിക മന്ദാന ഈ സിനിമയിൽ സായി ശ്രീ എന്ന റാണി കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. സിനിമയുടെ തുടക്കം അഥവാ ഇൻട്രോ സീൻ ഒരു ഫ്ലൈറ്റിൽ വെച്ചാണ്. പക്ഷെ അത് വളരെ നല്ല ഒരു സീനായിരുന്നു. കാര്യം സല്ലുഭായിയുടെ ആ ഒരു എൻട്രി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു. അപ്പോ അങ്ങനെ കടന്നു പോകുമ്പോൾ രേഷ്മിക മന്ദാന ഇടയ്ക്ക് വെച്ച് മരണപ്പെടുന്നു. ഒരു ആക്ഷൻ രംഗത്തിൽ അവരുടെ വയറിന് ഗുരുതരമായ പരിക്കേറ്റുകൊണ്ട് അവർ മരണപ്പെടുകയാണ്. പക്ഷെ അവർ മുമ്പ് തന്നെ അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് വളരെ ടെൻഷനിലും വിഷമത്തിലുമായ നായകൻ അഥവാ രാജാവ് സൽമാൻ ഖാൻ ഈ റാണിയുടെ അവയവങ്ങൾ ദാനം നൽകിയ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അത് ബോംബെയിലാണ്. രാജ്കോട്ടിൽ നിന്നും ബോംബെയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ രാജാവ് വളരെയേറെ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണെങ്കിലും പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കഥ പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം കോർത്തിണക്കി കൊണ്ടുപോകുന്നതിൽ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ജസ്റ്റ് നമുക്ക് കണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ ഈ സിനിമ. അപ്പോ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ട് വാചാലനാകുന്നില്ല. ഈ സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത് AR മുരുകദോസ് ആണ്. മുരുകദോസിന്റെ ഒട്ടനേകം നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹമാണ് സംവിധായകൻ എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. ഈ ചിത്രത്തിലെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് പ്രീതം ചക്രവർത്തിയും സന്തോഷ് നാരായണനുമാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഞാൻ പറഞ്ഞു അത്രത്തോളം എഫക്ട് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.